സ്കാൻഡിനേവിയ. യൂറോപ്പ് മുഴുവൻ കറങ്ങിയെന്ന് വിചാരിക്കുമ്പോഴും സ്കാൻഡിനേവിയയെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഞാൻ യൂറോപ്പ് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായത്. നഗരങ്ങളുടെ ഭംഗി മാത്രമല്ല യൂറോപ്പ്. യൂറോപ്പിൻ്റെ ആത്മാവ് ഒളിഞ്ഞിരിക്കുന്നത് മറ്റൊരു ലോകത്തിൽ, പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ സ്കാൻഡിനേവിയ. ചരിത്രം ഇന്നും ശ്വസിക്കുന്ന ഈസ്റ്റേൺ യൂറോപ്പ്, സംസ്കാരത്തിൻ്റെ ഒരു നിശബ്ദ സൗന്ദര്യം നിറഞ്ഞ ബാൾട്ടിക് രാജ്യങ്ങൾ. ഈ യാത്ര ഒരു ടൂറല്ല, ഒരു അനുഭവമാണ്. നോർവേയുടെ തണുത്ത കാറ്റിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്ര ഫ്യോർഡ് ക്രൂസിൽ നിങ്ങൾ പ്രകൃതിയുടെ മഹത്തായ നിശബ്ദത കേൾക്കും. മലകൾക്കും വെള്ളച്ചാട്ടങ്ങൾക്കും ഇടയിലൂടെ നീങ്ങുന്ന ഫ്ലാം ട്രെയിൻ ഓരോ നിമിഷവും ഒരു സിനിമ പോലെയിരിക്കും. സ്റ്റോക്ക്ഹോം, ഹെൽസിങ്കി, വെള്ളത്തിന്മേൽ പണിത നഗരങ്ങൾ, സമയം പതുക്കെ ഒഴുകുന്നത് പോലുള്ള ഒരു അനുഭവം. അതിനുശേഷം നിങ്ങൾ കിടക്കുന്നത് ബാൾട്ടിക് ലോകത്തിലേക്ക്. ചാലിൻ, റീഗ, ക്ലേപ്പഡ. ചെറിയ വഴികൾ, പഴയ കെട്ടിടങ്ങൾ, ഓരോ കോണിലും ഒരു കഥ. പിന്നെ കോപ്പൻഹേഗൻ, ലാളിത്യത്തിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സൗന്ദര്യം. പക്ഷേ ഈ യാത്ര നിങ്ങൾ ശരിക്കും അനുഭവിക്കുന്നത് ഈസ്റ്റേൺ യൂറോപ്പിലാണ്. ബെർലിൻ, ഒരിക്കൽ ലോകത്തെ രണ്ടായി വിഭജിച്ച നഗരം. ബെർലിൻ വാൾ നമുക്കെല്ലാം അറിയാം, ഒരു മതിൽ മാത്രമല്ല, കുടുംബങ്ങളെ വേർതിരിച്ച, സ്വപ്നങ്ങളെ തടഞ്ഞു നിർത്തിയ ഒരു കാലത്തിൻ്റെ അടയാളം. ഇന്നും അവശേഷിക്കുന്ന ആ മതിൽ തൊട്ടു നിൽക്കുമ്പോൾ ഒരു ചരിത്രത്തിൻ്റെ തണുപ്പ് നമ്മളെ തൊടും. അവിടെ നിന്നും പോളണ്ട്, ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. അതൊരു സ്ഥലമല്ല, അതൊരു ഓർമ്മയാണ്. അഡോൾഫ് ഹിറ്റ്ലർ, ആ പേര് കേൾക്കുമ്പോഴേ പേടിയാണ്. അഡോൾഫ് ഹിറ്റ്ലർ എന്ന പേരിൽ ഒരു മനുഷ്യൻ എത്രത്തോളം താഴെ ഇറങ്ങാമെന്നതിൻ്റെ നിശബ്ദ സാക്ഷ്യം. ആ കവാടം കടന്നാൽ ശബ്ദങ്ങളൊക്കെ മങ്ങിപ്പോയി. മതിലുകൾക്കുള്ളിൽ ഒരു ഭാരം, പറയാനാവാത്ത ഒരു വേദന. അവിടെ നിൽക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം മനസ്സിൽ: ഇതെങ്ങനെ സംഭവിച്ചു? അതിനുശേഷം വെലിഷ്ക സോൾട്ട് മൈൻ, ഭൂമിയുടെ അടിയിൽ മറ്റൊരു ലോകം. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കല്ലിൽ കൊത്തിയെടുത്ത ഒരു അത്ഭുത നഗരം. ഉപ്പുകൊണ്ട് നിർമ്മിച്ച ചാപ്പലുകളും പ്രതിമകളും, ഭൂമിയുടെ ആഴത്തിൽ പോലും ഒരു ആത്മീയ നിശബ്ദത. അത് കാണുമ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിശേഷിക്ക് മുന്നിൽ നമ്മൾ ഒരു നിമിഷം മിണ്ടാതെ. പ്രാഗ്, കഥകളിൽ മാത്രം കണ്ട ഒരു നഗരം പോലെ സുന്ദരം. ചാൾസ് ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രം നമ്മുടെ പാദങ്ങളുടെ അടിയിലൂടെ ഒഴുകുന്ന പോലെ തോന്നും. രാവിലെ മഞ്ഞിലും സന്ധ്യാസമയത്തും അതിന് വേറൊരു മായാജാല സൗന്ദര്യമാണ്. ആസ്ട്രോണമിക്കൽ ക്ലോക്ക്, സമയം മാത്രം കാണിക്കുന്ന ഒരു ക്ലോക്കല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ സൃഷ്ടിച്ച ഒരു മനോഹരമായ കലാസൃഷ്ടി. ഓരോ മണിക്കൂറിലും ജീവിക്കുന്ന പോലെ തോന്നുന്ന ആ ഘടികാരം, പഴയ ലോകത്തിൻ്റെ ഹൃദയമിടിപ്പ് പോലെ. പിന്നെ ഡ്രെസ്ഡൻ, ക്രാക്കോ, ഓരോ നഗരവും ഓരോ വികാരം നൽകും. ഈ യാത്രയിൽ നമ്മൾ രാജ്യങ്ങളല്ല കാണുന്നത്, കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. പ്രകൃതിയും ചരിത്രവും മനുഷ്യനും ഒരുമിച്ച് പറയുന്ന ഒരു വലിയ കഥ നമ്മൾ അനുഭവിക്കുന്നു. ജൂലൈയും ഒക്ടോബറിലും തുടങ്ങുന്ന ഒരു ചരിത്ര യാത്രയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ലെറ്റ്സ് ഗോ ടുഡേ. ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സിൻ്റെ സ്കാൻഡിനേവിയൻ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അവസാനം നമ്മൾ തിരിച്ചെത്തുമ്പോൾ പറയാൻ സാധിക്കും, ഞാൻ യൂറോപ്പ് കണ്ടു.